ഗൈസ് അതാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഒരു സ്ലീപ്പർ ക്ലാസ്സിലാണ് ഞാൻ കയറിയത്. ആക്ച്വലി ഇവിടെ ഒരു ഫാമിലിയിൽ ഇപ്പോൾ 8 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഏകദേശം ഒരു 2-3 സീറ്റൊക്കെ ബുക്ക് ചെയ്യൂ. എന്നിട്ട് അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അതായത് ഇതൊക്കെ കണ്ടില്ലേ, പക്കാ ഒരു എന്താ പറയുക, ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റൂല. എനിക്ക് വന്നത് ഏകദേശം കാലിക്കറ്റിൽ നിന്ന് നേപ്പാൾ വരെ എത്താൻ ട്രാവൽ കോസ്റ്റ് മാത്രം ഏകദേശം ഒരു 1500 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പോയതെന്ന് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. സോ നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത്, കേരളത്തിൽ നിന്ന് ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കോഴിക്കോട് നിന്ന് എനിക്ക് തോന്നുന്നത് ഡൽഹിക്ക് സെക്കൻഡ് സിറ്റിംഗ് ആണെങ്കിൽ, അതായത് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റും. ഇരുന്ന് പോവുകയാണെങ്കിൽ അറൗണ്ട് ഒരു 600 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പേ, അതുപോലെ IRCC അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫോൺ പേ, ഗൂഗിൾ പേ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഡൽഹി പോവുക. പിന്നെ സെക്കൻഡ് സിറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ അത്ര ഈസി ആയിരിക്കില്ല കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ഉറങ്ങിയിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 950 രൂപയ്ക്ക് സ്ലീപ്പർ ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പക്ഷേ ഞാനിങ്ങനെ കുറേ സർവൈവ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ ഇതേപോലെ ട്രെയിനിൻ്റെ ആ ഡോറില്ലേ അവിടെയൊക്കെ പോയി കുത്തിയിരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മളത് ആലോചിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ പോകുന്നത് രാജസ്ഥാനിലൂടെ ആട്ടോ. അത് സ്ഥലം കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ. പിന്നെ രാജസ്ഥാനിലൂടെ പകല് പോകാന്ന് പറയുന്ന ഈ ഒരു സമയത്ത് ഭയങ്കര ടാസ്ക്കാണ്. അത്രയും എന്താ പറയുക, ഭയങ്കര ചൂടാണ്, ഹെവിയാണ്. അപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി. ഇപ്പോൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. എന്നിട്ട് ഡൽഹിയിൽ നിന്ന് നിങ്ങൾ അടുത്ത ലൊക്കേഷൻ പിടിക്കേണ്ടത് ഗോരഖ്പൂരാണ്. പക്ഷേ ഞാൻ ഡൽഹിയിൽ വന്നത് വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനാണ്. അപ്പോൾ ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ പോസ്റ്റ് ആയിരിക്കും ഏകദേശം ഒരു 3 ദിവസം മുതൽ ഒരു 10 ദിവസം വരെ. ആ സമയത്ത് നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റിയ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തോട്ട് പോവുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ എങ്ങനെ കയറിയതാണ് ഇവിടേക്ക് നേപ്പാളിലോട്ട്. പക്ഷേ നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഡൽഹി വരെയുള്ള എക്സ്പെൻസ് നോക്കുക, അതേപോലെ ഡൽഹിക്ക് ശേഷമുള്ള എക്സ്പെൻസ് നോക്കുക. സോ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ കയറുമ്പോൾ ഏകദേശം ഒരു 450 രൂപയാണ് സ്ലീപ്പർ ക്ലാസ്സിന് ടിക്കറ്റ് വരിക. പക്ഷേ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ സ്ലീപ്പർ ക്ലാസ് എടുത്താലും സെക്കൻഡ് സിറ്റിംഗ് എടുത്താലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഒരു സ്ലീപ്പർ ക്ലാസ്സിലാണ് ഞാൻ കയറിയത്. ആക്ച്വലി ഇവിടെ ഒരു ഫാമിലിയിൽ ഇപ്പോൾ 8 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഏകദേശം ഒരു 2-3 സീറ്റൊക്കെ ബുക്ക് ചെയ്യൂ. എന്നിട്ട് അവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അതായത് ഇതൊക്കെ കണ്ടില്ലേ, പക്കാ ഒരു എന്താ പറയുക, ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ സ്ലീപ്പർ എടുത്താലും സെക്കൻഡ് സിറ്റിംഗ് എടുത്താലൊക്കെ കണക്കാണ്. സെക്കൻഡ് സിറ്റിംഗ് ആണെങ്കിൽ 200 രൂപയും സ്ലീപ്പർ ആണെങ്കിൽ 450 രൂപയാണ് വരിക. സ്ലീപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കെങ്കിലും ചെയ്യാം, സെക്കൻഡ് സിറ്റിംഗ് ആണെങ്കിൽ അതും പറ്റൂല. അതാണ്. എന്തായാലും ഈ ഒരു യാത്ര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. കാരണം നമ്മുടെ പേഴ്സ്, ഫോണ്, പൈസ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ഇരുന്നിട്ടൊക്കെയാണ് ഉറങ്ങിയത്. അതൊക്കെ ഭയങ്കര സീനാണ്. എന്തായാലും നമ്മളിപ്പോൾ ഗോരഖ്പൂർ എത്തി. ഗോരഖ്പൂർ എന്ന് പറയുമ്പോൾ നേപ്പാൾ എത്തിയില്ല കേട്ടോ. ഇത് നേപ്പാളിലെ സിറ്റി അല്ല, ഉത്തർപ്രദേശിലെ സിറ്റിയാണ്. ഈ ഒരു ഗോരഖ്പൂരിൽ നിന്ന് നമുക്കിനി പുറത്തോട്ട് പോവുകയാണെങ്കിൽ ടാക്സി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തോട്ട് പോവുകയാണ്. പിന്നെ ആകെ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഒരു മലയാളീസിനെ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സുനോലി ബോർഡറിലോട്ട്, അതായത് ഇന്ത്യ നേപ്പാൾ ബോർഡറിലോട്ട് ടാക്സി അവൈലബിൾ ആണ്. അത് ഷെയർ ടാക്സിയാണ് ഞാനിപ്പോൾ എടുത്തത്. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട്. 500 രൂപയാണ് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ 2 പേരും കൂടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഇവിടുന്ന് പോവാൻ അയാൾക്ക് വേണ്ടത് ഏകദേശം 1500 രൂപയാണെന്ന് തോന്നുന്നു, 100 കിലോമീറ്ററിന് വൺ വേക്ക്. അപ്പോൾ 1500 രൂപ എന്ന് പറയുമ്പോൾ 3 ആൾക്കാരോ 4 ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ട്രാവൽ കോസ്റ്റ് എന്ന് പറയുന്നത് കാലിക്കറ്റ് ടു ഡൽഹി 600 രൂപ, അതുപോലെ ഡൽഹി ടു ഗോരഖ്പൂർ 200 രൂപ, പിന്നെ ഗോരഖ്പൂർ ടു ഇന്ത്യ നേപ്പാൾ ബോർഡർ 500 രൂപ. അപ്പോൾ ടോട്ടൽ കാലിക്കറ്റിൽ നിന്ന് നേപ്പാൾ ബോർഡർ വരെ എത്താൻ ട്രാവൽ കോസ്റ്റ് നമുക്ക് വന്നത് ഏകദേശം 1300 രൂപ മാത്രമാണ്. പിന്നെ ഫുഡ് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന്. ഞാൻ ഈ ഒരു 2 ദിവസം കഴിച്ചത് കംപ്ലീറ്റ് ബ്രെഡും ജാമും മാത്രമാണ്. വേറെ എക്സ്ട്രാ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അതായത് ട്രെയിനിൽ നിൽക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ. അല്ലാതെ ഞാൻ പറഞ്ഞു ഡൽഹി എത്തിയിട്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഗോരഖ്പൂരിലേക്ക് വന്നതെന്ന്. ഓക്കെ, അപ്പോൾ ട്രെയിനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിൻ ഫുഡ് വാങ്ങി കഴിക്കാതിരിക്കുക പരമാവധി. ബ്രെഡോ ജാമോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയാൽ അത് തന്നെ കഴിച്ച് പോകാം, വിശപ്പടക്കിയാൽ മതി. അത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടും അല്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. കാരണം നിങ്ങളിപ്പോൾ ട്രെയിനിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ചില ആളുകളൊക്കെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയി പോകും. കാരണം നിങ്ങൾ പിന്നെ ബുക്ക് ചെയ്ത സീറ്റിലായിരിക്കില്ല പോയിരിക്കുന്നത്. അപ്പം നമ്മൾ നേപ്പാളിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 100 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇവിടുന്ന് കാറിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മോദിജിയുടെ, അതല്ല യോഗി ആദിത്യനാഥിൻ്റെ മന്ത്രിഭവനൊക്കെ കണ്ടു. പിന്നെ ഇവർ കംപ്ലീറ്റ് യോഗിജി മോദിജി ഫാനൊക്കെയാണ്.
അത് മറ്റൊന്നും കൊണ്ടും അല്ല, ചിലപ്പോൾ അവരെ കൊണ്ടായിരിക്കാം ഇവർക്ക് നല്ല ഹെൽപ്പ് കിട്ടുന്നത്. അതിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, നമ്മളെ സഹായിക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ തിരിച്ച് സഹായിക്കാൻ ഒരു 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 താല്പര്യം ഉണ്ടാവും. എന്തായാലും നമ്മൾ ആ ടോപ്പിക്ക് വിടാം. ഇവിടെ എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ATM കയറിയിട്ട് നമുക്ക് കുറച്ച് പൈസ എടുക്കണം. പിന്നെ എൻ്റെ കൂടെ കയറിയവർ ഞാനുമായിട്ട് ഇപ്പോൾ നല്ല കമ്പനിയായി. ഇവർ ആക്ച്വലി എന്നേക്കാൾ ഒരു 4-5 വയസ്സിന് മൂത്തതാണ്. അതായത് ടീച്ചേഴ്സാണ്, രാജസ്ഥാനിലൊക്കെ ടീച്ചേഴ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഫസ്റ്റ് എനിക്ക് പേടിയുണ്ടായിരുന്നു, ചിലപ്പോൾ നേപ്പാളീസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പിന്നെ കുറച്ചൊന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേ കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് തന്നെ ചോദിച്ചു. നേപ്പാൾ ആരെങ്കിലും പരിചയമുണ്ടോ, റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അവിടെ വിസിറ്റ് പോയിട്ട് എന്താണ് പ്ലാൻ, എങ്ങനെയാണ്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര ചൂടാട്ടോ. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിലും ചൂട് അതിഗംഭീരമാണ്. കാരണം ഡൽഹിയിൽ നിന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് എ കൂളിസ്റ്റ് ഡെസ്റ്റിനേഷൻ. കൂള് പോയിട്ട് ഒരു ഇതുപോലും ഇല്ല, അത്രയും നമുക്ക് ഇരിക്കാൻ പറ്റൂല, ഭയങ്കര വേർത്തൊലിക്കുകയാണ് ഇവിടെ. ഞാനിപ്പോൾ ഇവിടെ പൈസ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. ഞാനെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ ഇറങ്ങി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോർഡറിലെത്തും പെട്ടെന്ന് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മൾ ബോർഡറിലെത്തി. ഇന്ത്യ നേപ്പാൾ ബോർഡറാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്ററും കൂടെ പോയാൽ മതി. ഇനി 1 കിലോമീറ്ററില്ല, 1 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഇത് മിക്സഡ് ആണ്, ഇന്ത്യയും നേപ്പാളും കൂടെ മിക്സഡ് ആണ്. ഇവിടെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ UP രജിസ്ട്രേഷൻ വണ്ടികളുമുണ്ട്, അതേപോലെ നേപ്പാളി രജിസ്ട്രേഷൻ വണ്ടികളുമുണ്ട്. അപ്പോൾ അത് വലിയ പ്രോബ്ലം ഇല്ല ഈ ഒരു സ്ഥലത്ത്. പിന്നെ ഇവർ ഹിന്ദിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കുറേയൊക്കെ അവർ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാ കണ്ടില്ലേ, അതാണ് ബോർഡർ. അപ്പോൾ ഇതവരെന്നോട് ഇങ്ങനെ പെട്ടെന്ന് പറയാ, ഷൂട്ട് ചെയ്യ്, ഇതാണ് എ മൊമെൻറ്റ്. അവർക്കാണ് കൂടുതൽ താല്പര്യം തോന്നുന്നു ഇപ്പോൾ. എന്തായാലും നാളെ വലിയൊരു യൂട്യൂബറായി മാറട്ടെ, എന്നിട്ട് കാണിക്കാൻ പറ്റുമോ നോക്കാം. നമുക്കിപ്പോൾ ഇവിടം വരെ പ്രവേശനമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് കയറ്റാൻ പറ്റണമെങ്കിൽ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആക്ച്വലി യാതൊരു പ്ലാനും ഇല്ലായിരുന്നു നേപ്പാളിൽ പോയിട്ട് എന്താ ചെയ്യാന്ന്. അപ്പോൾ ഇവർ ബ്യൂട്ടോളൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു ഇവരെ കൂടെ പോകുന്നോളാൻ. അപ്പോൾ നമ്മുടെ ഇത് മുമ്പത്തെ ഇതായിരുന്നു കേട്ടോ. ഇത് നേപ്പാളിൻ്റെ എന്താ പറയുക എൻട്രി കവാടമാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നല്ല രീതിയിൽ അവർ എന്താ പറയുക ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡർ കഴിയുകയാണെങ്കിൽ നമ്മൾ നേപ്പാളിലെത്തി. ഇപ്പോൾ നമ്മളോട് പാസ്പോർട്ടും ചോദിക്കുന്നില്ല, ഒരു ID പോലും നമ്മളോട് ചോദിച്ചിട്ടില്ല. അതാണ് ഫ്രീഡം മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രീഡം മൂവ്മെൻറ്റിൽ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റും, ഒരു ഇതും വേണമെന്നില്ല. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ നേപ്പാളിലെത്തി. ഇനി ഞാനിവിടെ ഉള്ളൊരു സിറ്റിയിലോട്ട് പോവാണ്, ബ്യൂട്ടോൾ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവർ ബ്യൂട്ടോളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് ജസ്റ്റ് ഈ ഒരു ബോർഡർ സൈഡിൽ കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വേഗം തിരിച്ച് പോവാന്നാണ്. വേഗം തിരിച്ച് പോവാന്നാണ്. പക്ഷേ ഇവർ പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ ബ്യൂട്ടോളിലേക്ക് വരും, ബ്യൂട്ടോളിൽ ഞങ്ങൾ റൂമും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുവിധം ടാക്സിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അവർ ചെയ്തു തന്നു. കാരണം ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇത്രയും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇതൊരു പ്രപഞ്ച സത്യമാണെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ തന്നെ ബോയ്സിനേക്കാളും ഒരു 5-6 വയസ്സിന് മൂപ്പുള്ള ഗേൾസ് ആണെങ്കിൽ അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ഒരുവിധം എല്ലാ കാര്യത്തിനും. അതായത് ഇപ്പോൾ തന്നെ എനിക്കത് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോളേജിൽ നിന്നാണെങ്കിലും അതേപോലെ വേറെ കുറേ സ്ഥലത്തുനിന്ന് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയും അത് കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ പടച്ചോൻ എവിടെയും എന്താ പറയുക മുട്ടിച്ചില്ല. ഇതിപ്പോൾ എന്നെ മാത്രമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ ട്രാവൽ ചെയ്യുന്നുണ്ട്, ഒരു ഇതുമില്ല. അതിപ്പോൾ തന്നെ നമ്മുടെ ഹൈച്ചിങ് നോമാഡ് അതേപോലെ തന്നെ മല്ലു ട്രാവലറൊക്കെ മുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇതുമില്ലാതെ, ഒരു സഹായവും ഇല്ലാതെ ഡയറക്റ്റ് സിംഗപ്പൂർ വരെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മൾ പക്ഷേ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള കളി മാത്രമേ കളിച്ചിട്ടുള്ളൂ. കാരണം കംപ്ലീറ്റ് ട്രെയിൻ, കാറ്, ബസ് അതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ബ്യൂട്ടോളിലൊക്കെ ഏകദേശം ഒരു 200 റുപ്പീസാണ് ബോർഡറിന് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നേപ്പാളിൽ നിന്ന് കാലിക്കറ്റ് ടു ബ്യൂട്ടോൾ, ഇവിടെ ഉള്ള എന്താ പറയുക നേപ്പാളിലുള്ള ബ്യൂട്ടോൾ വരെ നമുക്ക് എത്താൻ ഏകദേശം 1500 രൂപയാണ് ചിലവ് തന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ ഒരു ടിക്കറ്റ് ഞാൻ വന്ന പോലെ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, കാരണം ഈ ഡൽഹി ടു ഗോരഖ്പൂർ ടിക്കറ്റ് ഒന്നും ഒരിക്കലും നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. ജസ്റ്റ് എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പേയൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ഹോട്ടലിൽ എനിക്ക് തോന്നുന്നത് ഒരു 500 രൂപയ്ക്കൊക്കെ ഹോട്ടലിൽ നല്ലത് കിട്ടും. അപ്പോൾ ഇവരാണ് കേട്ടോ ഹെൽപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്. ഒന്ന് ടാക്സി ഡ്രൈവറും മറ്റേത് എൻ്റെ കൂടെ കാറിൽ കയറിയതുമാണ്. ഓക്കെ, Say hi. Okay. Hello viewers, please subscribe our channel.